ഇവൾ തന്റെ ഹസ്ബൻഡിനായി ഒരു പെണ്ണിനെ വിളിക്കുന്നു. എന്നിട്ട് അവളുടെ ബോഡിയുമായി സിങ്ക് ആവാൻ ശ്രമിക്കുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം അവർ രണ്ടുപേരും ഒന്നിക്കുന്നു. ആക്ച്വലി ഇത് അയാളുടെ വിർച്വൽ വൈഫാണ്. അവൾ ഒരു റിയൽ ഹ്യൂമന്റെ ബോഡിയിലൂടെ തന്റെ ഹസ്ബൻഡിന്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇവൾ 2049 ലേറ്റസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അവൾക്ക് മനുഷ്യനെ പോലെ തന്നെ എല്ലാ ഇമോഷൻസും ഉണ്ട്. അവൾ അയാൾക്ക് നല്ലൊരു വൈഫായി പ്രവർത്തിക്കുന്നു. അയാൾക്ക് അവൾ വളരെ സ്പെഷ്യൽ ആണ്. അവളെ അയാൾ ഭയങ്കരമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളും റിയൽ ഹ്യൂമനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അയാൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അയാൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവൾക്ക് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. ഗിഫ്റ്റ് കണ്ട് അവൾ അതിശയിക്കുന്നു. അതൊരു പോർട്ടബിൾ ഡിസ്പെൻസർ ആണ്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവൾക്ക് ഇതുവരെ വീടിന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. അയാൾ പതിയെ ചുവരിൽ സ്വിച്ച് ഓഫ് ചെയ്തതും സീലിംഗിൽ ഉണ്ടായിരുന്ന പ്രൊജക്ഷൻ യൂണിറ്റ് ഓഫ് ആവുന്നു. അവളും മാഞ്ഞു പോകുന്നു. തൊട്ടടുത്ത നിമിഷം അയാൾ ആ ഡിസ്പെൻസർ ഓൺ ആക്കിയതും അവളും വരുന്നു. ഇതുപയോഗിച്ച് അയാൾക്ക് അവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അവൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അയാൾ അവളോട് നിനക്കിനി ഈ ലോകത്തിൽ എവിടേക്ക് വേണമെങ്കിലും പോകാം. ആദ്യം നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നു. അതേസമയം പുറത്ത് മഴ പെയ്യുന്നു. അവൾ പുറത്തേക്ക് വന്നതും അയാൾ അവളുടെ സെൻസറിംഗ് ഫംഗ്ഷൻ ഓൺ ആക്കുന്നു. അവൾ ആദ്യമായി മഴ നനയുന്നത് ഫീൽ ചെയ്യുന്നു. അവൾക്ക് തന്റെ ഹസ്ബൻഡിനെ കിസ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ അപ്പോഴേക്കും അയാൾക്ക് ബോസിന്റെ ഒരു മെസ്സേജ് വരുന്നു. അവൾ സ്റ്റക്കായി നിൽക്കുന്നു. അയാൾ ഉടനെ തന്റെ അടുത്ത മിഷന് വേണ്ടി പുറപ്പെടുന്നു. ആക്ച്വലി ഇപ്പോൾ ഭൂമിയിൽ റെപ്ലിക്കൻസ് മാത്രമാണുള്ളത്. ഇയാൾ ഒരു റിയൽ ഹ്യൂമൻ ആണെങ്കിലും ഇയാൾക്ക് അതറിയില്ല. അവർ ഇയാളെ ഒരു റെപ്ലിക്കന്റ് എന്ന് പറഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്.